ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഏറെ പ്രത്യേകതകളോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്നത്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും കൊടുക്കാത്ത നിരവധി സവിശേഷതകളോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിൽ ഏറ്റവും അധികം അവനെ ആകർഷണീയമാക്കിയത് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അതല്ലെങ്കിൽ സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്നതിനായി ദൈവം അവന് നൽകിയ കഴിവാണ്. അതിനായി ദൈവം അവനൊരു അവയവത്തെയും നൽകി, നാവെന്ന് അതിനെ പേരിട്ടു. ഒരുപക്ഷെ എല്ലായ്പ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തോട് ഏറ്റവും അധികം സംസാരിക്കുവാനുമായി, അതല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനെല്ലാമായി ആ നാവിനെ ദൈവം മനുഷ്യന് നൽകി. എത്രമാത്രം ദൈവത്തോട് ചേർന്നിരിക്കുവാൻ പറ്റുമോ അത്രമാത്രം ദൈവത്തോട് അവനെ ചേർക്കുവാനായി ദൈവം ആ നാവിനെ ക്രമപ്പെടുത്തി. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിൽ ആ നാവ് കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആ നാവിനെ എന്തിനു വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്? നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിൽ നിന്നും പുറപ്പെടുവാനായി ദൈവം നമ്മെ സൃഷ്ടിച്ചു. എന്നാൽ നാം നമ്മുടെ ഇഷ്ടത്തിനനുസൃതമായി നമ്മുടെ വാദഗതികൾക്ക് ജയം നൽകുന്നതിനായി ആ വാക്കുകളെ നാം വളച്ചൊടിക്കുന്നു. മറ്റുള്ളവരുടെ ഹൃദയത്തെയും മനസ്സിനെയും മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ നാം നമ്മുടെ വാക്കുകളെ തിട്ടപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ എന്തിന് ദൈവം നമുക്ക് നാവ് തന്നു, എന്തിന് ദൈവം നമുക്ക് ഭാഷയിൽ തന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നു. സത്യത്തിൽ എന്താണ് നാവ്? നാവിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നാം നമ്മുടെ നാവ് കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം, ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നതിന് പകരം, മറ്റുള്ളവരെ കരുതുന്നതിന് പകരം ആ നാവ് കൊണ്ട് നാം എന്തെല്ലാം ദോഷവാക്കുകൾ ഉച്ചരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഒരുവനെ കൊല്ലുന്നതിന് തുല്യമാണ് നാം നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുന്ന ഓരോ വാക്കുകളും, അല്ലെങ്കിൽ നാവ് കൊണ്ട് പറയുന്ന ഓരോ വാക്കുകളും. വീണ്ടും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാവിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. തമ്പുരാനെ പെറ്റ ശുദ്ധിമതിയായ കന്യകമർത്തമറിയം അമ്മയുടെ ജന്മപ്പെരുന്നാളിൻ്റെതായ ആ നോമ്പോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ അധരങ്ങളെ, അതല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നാം ഒന്ന് ചിന്തിക്കണം. എന്തെന്നാൽ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോൽ എന്നിൽ ഭവിക്കട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ലോകരക്ഷകന് മാതാവായി തീർന്ന പരിശുദ്ധ കന്യകമറിയം മാതാവ്, ദൈവപ്രസവിത്രി എന്ന പേരിന് അർഹയായ ദൈവമാതാവ്, ഇതെല്ലാം ദൈവം നൽകിയ നാവ് കൊണ്ട് മറിയാം ദൈവത്തെ ഏറ്റുപറഞ്ഞതിനാലാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമെന്തോ അത് എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകട്ടെ എന്ന് ദൈവം മുമ്പാകെ പറഞ്ഞതുകൊണ്ടാണ്. തൽക്ഷണം തന്നെ ലോകരക്ഷിതാവ് അവളുടെ ഉദരത്തിലേക്ക് വചനത്തിലൂടെ ഇറങ്ങി വസിക്കുകയും ലോകത്തിൻ്റെ രക്ഷയ്ക്കായി അവൻ ഇഹലോകവാസം ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ നാവിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്. നാവ് എന്നത് നമ്മുടെ ജീവിതത്തിലെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. നമ്മുടെ നാവ് കൊണ്ട് നാം ചെയ്യുന്ന, അല്ലെങ്കിൽ നാം പറയുന്ന ഓരോ കാര്യങ്ങളും നാം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കണം എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്.
നമ്മുടെ വാക്കുകളിലൂടെ പല ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴുവാനും വീണ്ടും ഇണക്കിച്ചേർക്കുവാൻ കഴിയാത്ത വിധം അത് മുറിഞ്ഞു പോകുവാനും വളരെയധികം സാധ്യതകളുണ്ട്. അതിനാൽ നാവ് തീയാണ്. വചനത്തിൽ പറയുന്നത് പോലെ അതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എന്തെന്നാൽ ദൈവത്തിൻ്റെ വാക്കിന് നാം നമ്മുടെ ജീവിതത്തിൽ വില കൊടുക്കുമ്പോൾ അവൻ നമ്മെ ഓരോരുത്തരെയും തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതുന്നു. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമെന്തോ അതെൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് നാം തിരുമുമ്പാകെ പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു പ്രാധാന്യവുമില്ല. നേരെ മറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമെന്തോ അത് മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നാം നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. നാം നമ്മെ തന്നെ ശൂന്യവൽക്കരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകയും ഇത് തന്നെയാണ്. സ്വയം ശൂന്യവൽക്കരണം എന്നുള്ള അവസ്ഥ. സ്വയം ശൂന്യമായിക്കൊണ്ട് മറ്റുള്ളവന് വേണ്ടി എരിഞ്ഞ് ഇല്ലാതെയായിത്തീരുന്ന അവസ്ഥ. എൻ്റെ ഇഷ്ടമല്ല, പിന്നെയോ പിതാവിൻ്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവാണ് നാം ഓരോരുത്തരുടെയും മാതൃക. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ദൈവത്തെ സ്തുതിക്കുവാനായി നമുക്ക് തന്ന നമ്മുടെ അധരങ്ങളും നമ്മുടെ നാവും ദൈവത്തിന് മാത്രം അർഹമായ ആ സ്തുതികളിലൂടെ കടത്തിവിടുവാനായിട്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് മാത്രമാണ് ദൈവം നമുക്ക് അധരങ്ങൾ തന്നത്. യെരമ്യാ പ്രവചനം 15-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആകയാൽ കർത്താവ് ഇപ്രകാരം പറയുന്നു, നീ മാനസാന്തരപ്പെട്ടാൽ ഞാൻ നിന്നെ തിരിച്ചെടുക്കാം, എൻ്റെ മുമ്പിൽ നീ നിൽക്കുകയും ചെയ്യും. നീ അധമമായതിൽ നിന്നും ഉത്തമമായവയെ തിരഞ്ഞെടുത്താൽ നീ എൻ്റെ വായ പോലെയാകും എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. അവർ നിങ്ങളിലേക്ക് തിരിയും, നീ അവരിലേക്ക് മടങ്ങിപ്പോവുകയില്ല. ദൈവത്തിന് വേണ്ടി നാം നമ്മുടെ അധരങ്ങളെ ചലിപ്പിച്ചാൽ ദൈവത്തിനെ സ്തുതിക്കുവാനായി നാം നമ്മുടെ വായുകൾ തുറന്നാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതേ തുടർന്ന് നമ്മുടെ വായ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വായായി തീരും എന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അത്? അവൻ്റെ വായ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വായായി തീരും എന്ന് പറയുന്നു. ദൈവിക കാര്യങ്ങൾ മാത്രം പറയുന്ന വായയായി അത് തീരുന്നു. വിശുദ്ധിയുള്ള വായയായി അത് തീരുന്നു. വിശുദ്ധിയുള്ള അധരമായി അത് തീരുന്നു. ശുദ്ധിയുള്ള നാവായി അത് തീരുന്നു. ഇത്തരത്തിൽ ദൈവിക വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം തങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചുകൊണ്ട് മാതൃകയാക്കിയ ഓരോ ചൂണ്ട് പലകകളാണ് വിശുദ്ധ ദൈവമാതാവും സഭയും വിശുദ്ധന്മാരും. ഇവരുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. ഒന്ന് മാത്രം നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ: ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രം ഉരുവിടുക. ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ മാത്രം ജീവിക്കുക. നാവ് തീയാണ്. നാവിനെ ദൈവിക കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നതിന് മാത്രമായി ഉപയോഗിക്കുക. ഇതിലൂടെ ദൈവത്തിൻ്റെ വായയായി തീരുക. ദൈവത്തിൻ്റെ പ്രവാചകനായി തീരുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനായി നാം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവ